അമേരിക്കയുടെ ഉപരോധം ഒരു വശത്ത്, പാകിസ്ഥാനെയും ചൈനയുടെയും ചതിക്കുഴികൾ മറ്റൊരു വശത്ത്. ഇതിനിടയിൽ ഇന്ത്യ ഒരു മറുപടി കൊടുത്തു: ഞങ്ങൾ പിന്മാറില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇറാനിലെ ചബഹാർ തുറമുഖം കേവലം ഒരു തുറമുഖം എന്നതിലുപരി ഇന്ത്യയുടെ അഭിമാനവും ഏഷ്യയുടെ ഭാവിയും നിർണ്ണയിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ്. അമേരിക്കയെ പോലും വെല്ലുവിളിച്ച് ഇന്ത്യ എന്തിനാണ് ചബഹാറിൽ ഇത്രയധികം നിക്ഷേപം നടത്തുന്നത്? പാകിസ്ഥാനെയും ചൈനയെയും വിറപ്പിക്കുന്ന ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം എന്താണ്? പരിശോധിക്കാം. ഭൂപടം ഒന്ന് ശ്രദ്ധിക്കാം. ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കോ മധ്യേഷ്യയിലേക്കോ പോകണമെങ്കിൽ പാകിസ്ഥാൻ എന്ന കടമ്പ കടന്നേ പറ്റൂ. എന്നാൽ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ആ വഴി ഇന്ത്യക്ക് മുന്നിൽ കൊട്ടിയടച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യാപാരവും സഹായങ്ങളും അവിടെ തടസ്സപ്പെട്ടു. ഈ ഒരു കുരുക്ക് അഴിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ചബഹാർ എന്ന വഴി കണ്ടെത്തിയത്. ഇറാൻ തീരത്തെ ഈ തുറമുഖം ഇന്ത്യയുടെ കയ്യിലുണ്ടെങ്കിൽ പാകിസ്ഥാനെ തൊടാതെ തന്നെ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും യൂറോപ്പിലേക്കും വരെ നേരിട്ടെത്താം. അതായത് പാകിസ്ഥാൻ ഇത്രകാലം പ്രയോഗിച്ച ഭൂമിശാസ്ത്രപരമായ ആയുധത്തെ ഇന്ത്യ നിഷ്പ്രഭമാക്കി. പക്ഷേ വഴി അത്ര എളുപ്പമല്ല. ഇറാനെതിരെ അമേരിക്ക ഉപരോധങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു. ചബഹാറിൽ ഇടപെടുന്നവർക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ ഭീഷണി നിലനിൽക്കുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം നമ്മൾ കാണുന്നത്. ഇന്ത്യ തുറന്നടിച്ചു പറഞ്ഞു: ചബഹാർ അത് ഞങ്ങളുടെ തന്ത്രപരമായ ആവശ്യമാണ്. അമേരിക്കയുമായി ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ ഇറാനുമായി 10 വർഷത്തെ ദീർഘകാല കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു. $120 ദശലക്ഷം നേരിട്ടുള്ള നിക്ഷേപവും $250 ദശലക്ഷം വായ്പയും ഇന്ത്യ വാഗ്ദാനം ചെയ്തു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത നവ ഇന്ത്യയുടെ കരുത്താണ് ചബഹാറിൽ ലോകം അന്ന് കണ്ടത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിനും ഇന്ത്യ നൽകുന്ന ചുട്ട മറുപടിയാണ് ചബഹാർ. ഗ്വാദറിൽ നിന്നും വെറും 170 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇന്ത്യയുടെ ഈ കേന്ദ്രം. അറബിക്കടലിൽ ചൈനയുടെ ആധിപത്യം തടയാൻ ചബഹാർ ഇന്ത്യയുടെ ഒരു നിരീക്ഷണ കേന്ദ്രമായി മാറും. മധ്യേഷ്യൻ രാജ്യങ്ങളെ ഇന്ത്യയുടെ വിപണിയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ സാമ്പത്തികമായി ചൈനയെ പിന്നിലാക്കാനും നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് ഈ പദ്ധതിയിൽ ഇന്ത്യ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയാം. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വാതിൽ. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാൻ ജനതയ്ക്ക് ഗോതമ്പ് മരുന്നും എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ചബഹാർ വഴി ഇന്ത്യയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടനാഴി വ്യാപാര സമയം 40%, ചിലവ് 30% കുറയ്ക്കും. പിന്നെ മധ്യേഷ്യയിലെ എണ്ണവാതക ശേഖരത്തിലേക്ക് ഇന്ത്യക്ക് സുരക്ഷിതമായ ഒരു വഴി തുറന്നു കാട്ടും. ചുരുക്കി പറഞ്ഞാൽ ചബഹാർ എന്നത് കോൺക്രീറ്റും ക്രെയിനുകളും മാത്രമുള്ള ഒരു തുറമുഖമല്ല, അത് ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്. അമേരിക്കയുടെ ഉപരോധ ഭീഷണിയും പ്രാദേശിക രാഷ്ട്രീയ വെല്ലുവിളികളും നിലനിൽക്കുമ്പോഴും ചബഹാറിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ അത് ഏഷ്യൻ ഭൗമ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ നായകസ്ഥാനം ഉറപ്പിക്കുകയാണ്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ലോകശക്തികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഒരു ഭാരതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ തന്ത്രപരമായ നീക്കം വിജയിക്കുന്നതോടെ ലോക വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിക്കുമെന്നും ഉറപ്പാണ്. എന്തായാലും ഈ ഒരു നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.